ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച മുതൽ ഓണം റിലീസ് ചിത്രങ്ങൾ തിയേറ്ററിലെത്തുകയാണ്. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്നതാണ്. അഖിൽ സത്യൻ കഥ എഴുതി സോനു ടി പി തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ സത്യൻ അന്തിക്കാടാണ് സംവിധാനം ചെയ്യുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ മാളവിക മോഹനൻ, സംഗീത് പ്രതാപ്, സിദ്ദീഖ്, ലാലു അലക്സ്, ജനാർദ്ദൻ, സവിത ആനന്ദ് എന്നിങ്ങനെയാണ് താരങ്ങൾ. നിലവിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ 250 സ്ക്രീനാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ 31 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ദുൽഖറിന്റെ 3 ഭാഗങ്ങളായി ചിത്രീകരിക്കുന്ന ലോക യൂണിവേഴ്സിലെ ആദ്യ ഭാഗമാണ് ചാന്ദ്ര. ഓണം റിലീസായി ആഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ നസ്ലേൻ, കല്യാണി പ്രിയദർശൻ, ദുൽഖർ സൽമാൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്കും കേരളത്തിൽ 250 സ്ക്രീനാണ് നിലവിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ കേരള, UAE, GCC വിതരണം ദുൽഖറിന്റെ വേഫെയർ ഫിലിംസിന് തന്നെയാണ്. USA, കാനഡ വിതരണാവകാശം ഫൺ ഏഷ്യയും UK വിതരണാവകാശം മാജിക് റൈറ്റ്സുമാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോക എന്റർടൈൻമെന്റും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ വണ്ടർലസ്റ്റ് ഫിലിംസുമാണ് വിതരണം സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്നതാണ്. പ്രമുഖ നടൻ അൽത്താഫ് സലീം തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള, വിനയ് ഫോർട്ട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ബുധനാഴ്ച അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ആരംഭിക്കുന്ന ഈ സിനിമയ്ക്ക് 235 സ്ക്രീനാണ് കേരളത്തിൽ ഇതുവരെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഓണം റിലീസായി ആഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് മേനെ പ്യാർ കിയ. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഹിർദു ഹാറൂൺ, പ്രിറ്റി മുകുന്ദൻ, അസ്കർ അലി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നിലവിൽ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 100 സ്ക്രീനുകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ 26 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. അർജുൻ അശോകൻ നായകനെ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ചാത്ത പച്ച. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. റോഷൻ മാത്യു, വിശാഖ് നായർ, പൂജ മോഹൻരാജ്, ഇഷാൻ ഷൌക്കത്ത്, കാർമൻ എസ് മാത്യു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. അദ്വൈത് നായർ, സനൂപ് തൈക്കൂടം എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അർജുൻ അശോകൻ നായകനെ അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് തലവര. അഖിൽ അനിൽകുമാർ, അപ്പു അസ്ലം എന്നിങ്ങനെ 2 പേർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അശോകൻ, രേവതി ശർമ്മ, ഷിബിൻ ബെൻസൺ, ദേവദർശിനി, ശരത് സഫ, അഭിരാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 28,50,000 രൂപയും ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 34,50,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 63 ലക്ഷം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അർജുൻ അശോകൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. ചിത്രം 23-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 27,70,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 23 ദിവസം കൊണ്ട് കേരളത്തിൽ 19,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 27 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൂഫ്രം സോ എന്ന കന്നഡ സിനിമയുടെ മലയാളം പതിപ്പ് കേരളത്തിൽ എത്തിയിട്ട് ഇന്ന് ഞായറാഴ്ചയോടെ 24 ദിവസമാണ് പിന്നിടുന്നത്. 23-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 8,70,75,000 രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരുന്നു. ടോട്ടൽ 7,60,00,000 രൂപയാണ് 23 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് 109 കോടിയോളം രൂപയാണ്. ബിപിൻ കൃഷ്ണ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 8-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സാഹസം. ഈ സിനിമ 16-ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 7,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2,56,00,000 രൂപയാണ് 16 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥ സംവിധാനം ചെയ്ത കൂലി എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് ഞായറാഴ്ചയോടെ 11 ദിവസമാണ് പിന്നിടുന്നത്. 10-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 38,70,000 രൂപയായിരുന്നു. ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 24,01,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം ലോകമെമ്പാടുമായി ആദ്യ 10 ദിവസം കൊണ്ട് 449 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഹൃതിക് റോഷൻ, കിയാര അദ്വാനി, ജൂനിയർ NTR എന്നിവർ അഭിനയിച്ച് അയൻ മുഖർജി സംവിധാനം ചെയ്ത വാർ 2 എന്ന ബോളിവുഡ് സിനിമ കൂലിക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ 10-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 3,90,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 256,15,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി 73 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 329,15,00,000 രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത ആനിമേഷൻ സിനിമയായ മഹാവതാർ നരസിംഹ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 31-ാമത്തെ ദിവസമായ ഞായറാഴ്ചയാണ് പിന്നിടുന്നത്. സിനിമ ആദ്യ 30 ദിവസം കൊണ്ട് കേരളത്തിൽ 55 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 269 കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 294 കോടി രൂപയുമാണ്. 31-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 300 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഓണം അടിച്ചു പൊളിക്കാൻ ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.